നമസ്കാരം സുഹൃത്തുക്കളെ. കോഴിക്കോട് കഴിഞ്ഞ ദിവസം 9 വയസ്സുകാരിയായ ഒരു കുട്ടി മരണപ്പെടാനിടയായ വാർത്ത മാധ്യമങ്ങളിൽ വന്നിരുന്നു. സാധാരണ മരുന്നുകൾ നൽകിയിട്ടും കുറയാത്ത കടുത്ത പനിയും ശരീരത്തിലെ ചുവന്ന തടിപ്പുകളുമായി ചികിത്സയിലായിരുന്ന കുട്ടിയെ ബാധിച്ചത് കവാസാക്കി എന്ന അപൂർവ രോഗമാണെന്നാണ് ഡോക്ടർമാർ സംശയിക്കുന്നത്. എന്താണ് കുട്ടികളെ മാത്രം ബാധിക്കുന്ന ഈ കവാസാക്കി രോഗം? ഇതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? മാതാപിതാക്കൾ എന്തൊക്കെ കാര്യങ്ങളാണ് അറിഞ്ഞിരിക്കേണ്ടത് എന്ന് വളരെ പ്രധാനപ്പെട്ട ചില വിവരങ്ങൾ നമ്മൾ ഇന്ന് പങ്കുവെക്കുന്നു. ആയിഷ മീഡിയാസിന്റെ ഇന്നത്തെ വീഡിയോ മുഴുവനായി കാണുക. കുട്ടികളിൽ പനി വരുന്നത് സാധാരണയായെങ്കിലും ചില സമയങ്ങളിൽ നമ്മൾ കാണിക്കുന്ന ചെറിയ അശ്രദ്ധ വലിയ അപകടങ്ങളിലേക്ക് വഴിമാറാറുണ്ട്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ മരണപ്പെട്ട കുട്ടിക്ക് ദിവസങ്ങളോളം 104 ഡിഗ്രിക്കടുത്ത് കടുത്ത പനി ഉണ്ടായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. അലർജിക്കുള്ള ആന്റിബയോട്ടിക്കുകളും സാധാരണ പനി മരുന്നുകളും നൽകിയിട്ടും പനി കുറയാതെ വന്നതോടെയാണ് ഡോക്ടർമാർ ഇത് കവാസാക്കി രോഗമാകാം എന്ന് സംശയിച്ചത്. ടോമിസാക്ക കവാസാക്കി എന്ന ജപ്പാൻകാരനായ ഡോക്ടറാണ് ഈ രോഗം കണ്ടെത്തിയത്. അതുകൊണ്ടാണ് ഇതിന് കവാസാക്കി എന്ന പേര് വന്നത്. കൃത്യസമയത്ത് തിരിച്ചറിഞ്ഞില്ലെങ്കിൽ കുഞ്ഞുങ്ങളുടെ ഹൃദയത്തെ ബാധിക്കുന്ന ഒന്നാണിത്. എന്നാൽ തുടക്കത്തിലെ കണ്ടെത്തിയാൽ ഇത് പൂർണ്ണമായും ചികിത്സിച്ച് ഭേദമാക്കാൻ സാധിക്കും. അതുകൊണ്ട് ഇതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കിയിരിക്കണം. സാധാരണ പനികളിൽ കാണുന്ന ചുമ, ജലദോഷം, വയറിളക്കം, ഛർദി എന്നിവയൊന്നും ഇല്ലാതെ പെട്ടെന്ന് കടുത്ത പനി വരിക എന്നതാണ് ഇതിന്റെ ആദ്യ ലക്ഷണം. പ്രധാനമായും കുട്ടികളിൽ താഴെ പറയുന്ന ലക്ഷണങ്ങളാണ് കാണപ്പെടുക. തുടർച്ചയായ പനി, കാരണങ്ങളൊന്നുമില്ലാതെ 5 ദിവസത്തിൽ കൂടുതൽ നീണ്ടു നിൽക്കുന്ന കടുത്ത പനി, കണ്ണുകളിൽ നിന്നും പീള കെട്ടാതെ തന്നെ കണ്ണ് ചുവന്നു വരിക, നാവും ചുണ്ടുകളും അമിതമായി ചുവന്നു തടിക്കുക, സ്ട്രോബെറി പഴത്തിന്റെ ഉപരിതലം പോലെ നാക്ക് ചുവന്നു തടിക്കുന്നതിനെ സ്ട്രോബെറി ടങ് എന്നാണ് ഡോക്ടർമാർ വിളിക്കുന്നത്. തൊലിപ്പുറത്തെ മാറ്റങ്ങൾ, ശരീരത്തിലാകെ ചുവന്ന തടിപ്പുകൾ ഉണ്ടാവുക, കൈകാലുകളിൽ നീര് വരിക, അതുപോലെ കുട്ടികളുടെ കാൽവിരലുകളുടെ ഭാഗത്തെ തൊലി ഇളകി ചുരുണ്ടു വരിക, കഴുത്തിന്റെ ഭാഗങ്ങളിൽ ചെറിയ കുരുക്കൾ വരികയോ വീക്കം അനുഭവപ്പെടുകയോ ചെയ്യുക. ഈ പറഞ്ഞ 5 അനുബന്ധ ലക്ഷണങ്ങളിൽ 4 എണ്ണമെങ്കിലും കുട്ടികളിൽ കാണുകയാണെങ്കിൽ അത് കവാസാക്കി രോഗമാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പലരും സാധാരണ പനിയാണെന്ന് കരുതി വീട്ടിൽ തന്നെ സ്വയം ചികിത്സ നൽകി സമയം കളയാറുണ്ട്. എന്നാൽ കവാസാക്കി രോഗത്തിന്റെ ഏറ്റവും വലിയ അപകടം ഇത് കുട്ടികളുടെ ഹൃദയധമനികളെയാണ് ബാധിക്കുന്നത് എന്നതാണ്. കുഞ്ഞുങ്ങളിൽ കാണപ്പെടുന്ന ഒരു ഹൃദ്രോഗം കൂടിയാണിത്. പനി മൂർച്ഛിക്കുന്ന അവസരങ്ങളിൽ ഇത് ഹൃദയത്തിലേക്കുള്ള രക്തക്കുഴലുകളുടെ പ്രവർത്തനത്തെ തകരാറിലാക്കുകയും ഹൃദയമിടിപ്പ് വളരെ കുറയ്ക്കുകയും ചെയ്യും. രക്തക്കുഴലുകൾക്ക് വീക്കം സംഭവിച്ച് അവ പൊട്ടിപ്പോകുന്ന അവസ്ഥയിലേക്ക് വരെ കാര്യങ്ങൾ എത്തിക്കാം. അതുകൊണ്ടാണ് യഥാസമയം രോഗനിർണയം നടത്തേണ്ടത് വളരെ പ്രധാനമാണെന്ന് ഡോക്ടർമാർ പറയുന്നത്. നമ്മുടെ കുട്ടികൾക്ക് പനി വരുമ്പോൾ മാതാപിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ പറയാം. സാധാരണ പനി മരുന്നുകൾ കൊടുത്തിട്ടും കുട്ടിയുടെ പനി കുറയുന്നില്ലെങ്കിലോ പനിയോടൊപ്പം ശരീരത്തിൽ എന്തെങ്കിലും അത്തരത്തിലുള്ള ചുവന്ന തടിപ്പുകളോ കണ്ണിലോ നാക്കിലോ അമിതമായി ചുവപ്പ് നിറമോ കണ്ടാൽ ഒട്ടും വൈകരുത്. സ്വയം ചികിത്സ പൂർണ്ണമായും ഒഴിവാക്കി എത്രയും വേഗം ഒരു മികച്ച കുട്ടികളുടെ ഡോക്ടറെയോ അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലോ എത്തിച്ച് വിദഗ്ധ പരിശോധനയ്ക്ക് വിധേയമാക്കുക. തുടക്കത്തിലെ കണ്ടെത്തിയാൽ ഇമ്മ്യൂണോഗ്ലോബിൻ പോലെയുള്ള കൃത്യമായ ചികിത്സകളിലൂടെ കുട്ടിയെ പൂർണ്ണ ആരോഗ്യവാനായി തിരികെ കൊണ്ടുവരാൻ സാധിക്കും. അതുകൊണ്ട് വാർത്തകൾ കണ്ട് ആരും ഭയപ്പെടേണ്ടതില്ല. പകരം ജാഗ്രതയാണ് നമുക്ക് ആവശ്യം. കൂട്ടുകാരെ, കുട്ടികളുള്ള എല്ലാ മാതാപിതാക്കളും അറിഞ്ഞിരിക്കേണ്ട വളരെ ഗൗരവമുള്ള ഒരു വിവരമാണിത്. അതുകൊണ്ട് നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പുകളിലേക്കും സുഹൃത്തുക്കളിലേക്കും ഈ വീഡിയോ ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക. ഒരു പക്ഷേ നമ്മുടെ ഒരു ചെറിയ ജാഗ്രത ഒരു കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കാൻ സഹായിച്ചേക്കാം. ഈ വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ആരോഗ്യ സംബന്ധമായ ഇത്തരം പ്രധാനപ്പെട്ട അറിവുകളും നാട്ടിലെ പുതിയ വിവരങ്ങളും നിരന്തരം അറിയാൻ ആയിഷ മീഡിയാസ് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ഒരു പ്രധാന വിവരവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.